ഞാനിപ്പോൾ അഭിനയിച്ചൊരു സിനിമയുടെ പേര് വെള്ളരിക്ക പട്ടണം എന്നാണ്. അദ്ദേഹം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എണ്ണീട്ടുമില്ല അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും 1-2 സിനിമകൾ മോക്ക് ഇഷ്ടപ്പെട്ട, സൗമ്യക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്? വിധേയൻ ഓഫ് കോഴ്സ്. തീർച്ചയായും അത് ലോകം മുഴുവൻ എല്ലാവർക്കും. അതെ, പുലിമുരുകനിലെ പുലിമുരുകൻ. പിന്നെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു നമ്മുടെ സദാശിവന്റെ കുമ്പസാരം. അത്. സൗമ്യയുടെ ഹോബി എന്താണ്? സംഗീതം. സംഗീതം. പിന്നെ വർക്ക്? ഞാനൊരു കോവിഡ് തുടങ്ങുന്നതിന് മുന്നേ വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു MNC-യിൽ ക്വാളിറ്റി അനലിസ്റ്റ് കം പ്രൂഫറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് നിർത്തി ഇപ്പം എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാമെന്നൊരു ഐഡിയ. ഹസ്ബൻഡ് മുത്തൂറ്റ് ഫിൻകോർപ്പിലാണ്. മുത്തൂറ്റ് ഫിൻകോർപ്പ്. എത്ര കുട്ടികളാണ്? 2 ആൺകുട്ടികൾ. 2 ആൺകുട്ടികൾ. ഇദ്ദേഹം ഞാൻ പണ്ട് കാണുമ്പോൾ തൊട്ട് ഇങ്ങനെ വളരെ ശോഷിച്ചായിരുന്നു. ഇപ്പോഴും നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ട് ഞാൻ ഇരിക്കുകയാണ്. എന്താണ് ഇതിന്റെ രഹസ്യം? അത് നല്ലവണ്ണം കഴിക്കും. നല്ലവണ്ണം കഴിക്കും. ഭക്ഷണം ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ് ചെറുപ്പം മുതൽ. പണ്ടത്തെ എൻ്റെ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് 18 ഇഡ്ഡലി ആയിരുന്നു. 18 ഇഡ്ഡലി എന്ന് വെച്ചാൽ ഇന്നത്തെ ഇങ്ങനത്തെ ഇഡ്ഡലി അല്ല, മറ്റേ വലുത് ശീലാന്തി ഇലയിലൊക്കെ വെക്കുന്ന, പൂരശിന്റെ ഇലയിലൊക്കെ വെക്കുന്ന അത്ര വലിയ 18 ഇഡ്ഡലി, ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ എന്തെങ്കിലും. അത് രാവിലെ. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോൾ പഴങ്കഞ്ഞിയും കുടിക്കും. 11 മണിയാകുമ്പോൾ പഴങ്കഞ്ഞി കുടിക്കും. തൈര്, മുളക്, അങ്ങനെ. പിന്നെ ഉച്ചയ്ക്ക് ഈ രണ്ടല്ല ഒരു 3-4 പ്രാവശ്യമെങ്കിലും ചോറ്, ഒരു പ്ലേറ്റ്, ഓരോ പ്ലേറ്റ് 4 പ്ലേറ്റെങ്കിലും ചോറ് കഴിക്കും. രാത്രി ചോറ്. എത്ര കഴിച്ചാലും നിങ്ങൾ അന്ന് കണ്ട അതേപോലെ. അതെ, ഫിസിക്കൽ എക്സസൈസ് നല്ലോണം ചെയ്യും, ജോലി ചെയ്യും. അതാണ് ഇത്രയും ഭക്ഷണം കഴിക്കും. പക്ഷെ നമ്മള് ഒരു 10 പേരെ കളിക്കാനും പിടിക്കാനും ഒക്കെ വിട്ടാല് ഞാൻ കൂടെ നിൽക്കും. വിളക്കിയൊക്കെ ചെയ്യും. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്യും. അല്ല, അതാണ് അതിന്റെ രഹസ്യം. അല്ല, ഇത്രയും കഴിച്ചു കട്ടിലിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പണിയാവും. നല്ലോണം ജോലി. വിറവ് കയറും, മൺവെട്ടി വെട്ടും, എല്ലാം ചെയ്യും. അപ്പൊ എന്തായാലും മോള് പാടി, എന്തെങ്കിലും നാടകത്തിൽ പാടിയ പാട്ടോ, എന്തെങ്കിലും ഏത് തുറയിലുള്ള ഏതെങ്കിലും ഒരു പാട്ട്? ഞാൻ പണ്ടേ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വെച്ചാല് പൂർണ്ണ ജ്ഞാനമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് മൗനം പാലിക്കുക. എന്നാ ഇന്ന് ആ മൗനം അല്ല, ഒരു കവിത, അയ്യപ്പണിക്കർ സാറിന്റെ ഒരു കാർട്ടൂൺ കവിത, റോസലി എന്നാണ് ആ കവിത. അതിൽ ആദ്യത്തെ 2-3 വരി ശ്രുതി ഒന്നും ദയവ് ഇട്ടുള്ളായിരുന്നു. മുതുവേലി പാപ്പച്ചന്റെ മകൾ പെറ്റ റോസിലിക്ക് മുതുവൻകൂളങ്ങര നിന്നൊരു മണവാളൻ വന്നേ, മുടിയേണ്ടും കാലത്തിങ്ങനെ മൂടോടെ മുടിയണമോ കർത്താവേ, മുഴുകുടിയാനവനാണവൻ, അവനില്ല രാവും പകലും, അവനില്ല പുലരിയും അന്തിയും, അവനുണ്ടൊരു കടിപിടി കൊടുകുടി, അവനായി തെങ്ങും പനയും തല നിറയെ പതപതയുന്നേ, പതപതയട നുരയട പതയട പതനുരയട പതയട നുരയട പതപത നുരയട പതനുരയട പതയട എട പതയട നുരയട പതയട. ഇതൊക്കെ 50 വർഷം മുമ്പ് പാടിയതാണ്. അതിനുശേഷം ഇപ്പോഴാണ് പാടുന്നത്. അയ്യപ്പണി സാർ ഒരുപാട് കാർട്ടൂൺ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്. എന്തൊരു സരസനായ മനുഷ്യൻ. പിന്നെ എന്റെ ചേട്ടനുമായിട്ട് വളരെ ക്ലോസ് ആണ് MGR. അദ്ദേഹം അവസാനം സുഖമില്ലാതെ ആശുപത്രി കിടന്നപ്പോഴേ ആരാണ്ട കാണാൻ പോയി, കിംസിനകത്ത് കിടന്നപ്പോഴേ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മരിക്കാനായിട്ട് കിടക്കുക, മരിക്കാറായി ഏകദേശം, പിറ്റേ ദിവസമായിട്ടാണ് മരിച്ചത്. അപ്പം പറയുന്ന ഒരു, നിങ്ങളെല്ലാം അയ്യപ്പ പണിക്കരെ കാണാൻ വന്നതല്ലേ, പക്ഷെ ഇപ്പൊ വയ്യപ്പ പണിക്കരാന്ന്. ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള. അതുപോലെ തന്നെ ഞാനൊരു ദിവസം യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളെ ഈ കടമ്പനിട്ടടിയിൽ കൂടെയാണ് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു ദിവസം പണിക്കർ സാറിനെ കാണാൻ കടമ്പനിട്ട പോകുന്നപ്പോൾ എൻ്റെ സ്കൂട്ടറിലാണ് പുള്ളി വരുന്നത്. അവിടെ പോയി ഇറങ്ങിയിട്ട് പുള്ളി ഒരു കാറിൽ കയറാനായിട്ട് പോകുന്നു, അയ്യപ്പണിക്കർ സാറ്. അപ്പോൾ ഡോർ ഇങ്ങനെ തുറന്നിട്ട് ധീം തത്തഗതി തത്ത എന്നും പറഞ്ഞൊരു അകത്തോട്ടൊരു കയറ്റം. അപ്പോൾ ഇതെന്താ ഇങ്ങനെയാന്ന് ചോദിച്ചു. അല്ല, ഞാൻ കാവാലത്തിനെ കാണാൻ പോവാ.
അടിപൊളി. ഒരു കൈതട്ടൽ. ആഹാ. അടിപൊളി. യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇവിടുന്ന് താളത്തിലായാലും അതൊരു സുഖമാകുമല്ലോ.